മൺസൂണിലെ ഏറ്റവും അടിപൊളി തെറാപ്പി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൺസൂണിലുള്ള ബൈക്ക് റൈഡ് തന്നെയാണ്. Hey guys, welcome back to another vlog. So we are rolling this machine to Vagamon, Idukki. സെപ്റ്റംബർ ആയിട്ടും ഇപ്പോഴും കേരളത്തിലെ പലയിടങ്ങളിലും ഇടവിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ക്ലൈമറ്റാണ്. ഇടുക്കിയിലും കോട്ടയത്തൊക്കെ ഇങ്ങനെ പച്ചപ്പും അതുപോലെ കോടമഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന ഒരുപാട് അടിപൊളി സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പം ഇന്നത്തെ ഈ യാത്ര അങ്ങോട്ടേക്കാണ്. രാവിലെ 5 o'clock ഞങ്ങൾ വീട്ടിൽ നിന്ന് ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും നേരം വെളുത്തു. തൃശ്ശൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ലവ് ദിസ് പ്ലേസ്. ശരിക്കും നമ്മളുടെ കേരളത്തിൻ്റെ കൾച്ചറൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. എനിക്ക് ഒരുപാട് നല്ല കൂട്ടുകാരെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ. അങ്ങനെ നമ്മളിപ്പം നമ്മുടെ NH 544 കയറാൻ പോവാണ്. അങ്കമാലി വരെ NH 544 തന്നെയാണ്, സ്ട്രെയിറ്റ് ഹൈവേ ആണ്. അവിടുന്ന് പിന്നെ ഡൈവേഴ്ഷൻ എടുത്തിട്ട് നമ്മൾ നേരെ പെരുമ്പാവൂർ വഴി മൂവാറ്റുപുഴ, തൊടുപുഴ, വാഗമൺ ഈ ഒരു റൂട്ടാണ് നമ്മൾ പോകുന്നത്. ദേ നമ്മളുടെ സ്വന്തം പാലിയേക്കര ടോള്. അങ്കമാലി എത്തിയപ്പോഴത്തേക്കും ഒരു കിടിലൻ മഴയൊക്കെ കിട്ടി കേട്ടോ. മഴയത്ത് ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് ഓരോ ചായയൊക്കെ കുടിച്ച് ചില്ലായിട്ട് ഞങ്ങൾ വീണ്ടും റൈഡ് കണ്ടിന്യൂ ചെയ്തു. തൊടുപുഴയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മലങ്കര ഡാമിലെത്താൻ പറ്റും. ഡാമിനകത്ത് ജസ്റ്റ് വെറുതെ ഒന്ന് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ. ഡാമിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, വീഡിയോഗ്രാഫിയൊക്കെ പ്രോഹിബിറ്റഡ് ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇലവിഴപ്പൂഞ്ചിറ പോകുന്ന ഈ ഒരു റൂട്ട് പിടിച്ചു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ ഇത്. കാര്യമായിട്ട് വണ്ടികളോ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയൊരു റൂട്ട്. പോകുന്ന വഴിയിലാണെങ്കിൽ കുറച്ച് ഹെയർ പിൻ ബെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കയറി നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിലേക്കാണല്ലോ പോകുന്നത്. ഇലവിഴാപ്പൂഞ്ചിറയുടെ ഏറ്റവും ടോപ്പിലെത്തുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓഫ് റോഡ് വഴിയുണ്ട്. ഇതുവഴി ജീപ്പൊക്കെ പോകുന്നത് കണ്ടപ്പം അവിടെ എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളും വണ്ടി ഇറക്കി. നല്ലൊരു അടിപൊളി വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ കടന്നിട്ട് വേണം നമ്മൾ മുമ്പോട്ടേക്ക് പോകാനായിട്ട്. ഞങ്ങളുടെ കയ്യിലുള്ള 2 വണ്ടികളാണെങ്കിലും ഓഫ് റോഡ് സ്പെക്കൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു ഈ ഒരു ടെറൈൻ കൂടെയൊക്കെ ഓടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ കണ്ടപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി മുമ്പോട്ടേക്കും ഇതുപോലെയൊക്കെ ആയിരിക്കും വഴിയെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കുറച്ച് മുമ്പോട്ടേക്ക് നീങ്ങുമ്പോൾ വഴി ബെറ്ററായി വരുന്നുണ്ട്. 2 സൈഡിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പച്ച പുല്ലും അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴി. ആ വഴിയും അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. ഈ ഒരു കുന്നിന്റെ മുകളിൽ ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. റോസ് ഗാർഡൻ ഹോം സ്റ്റേ എന്നാണ് അതിന്റെ പേര്. താഴെ അതിന്റെ ബോർഡൊക്കെ കണ്ടായിരുന്നു. അതുമാത്രമല്ല ഇങ്ങോട്ടേക്ക് ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. നമ്മുടെ ഇലവിഴാപ്പൂഞ്ചിറ ബേസ് ക്യാമ്പിൽ നിന്ന് ഇതുപോലെ ജീപ്പൊക്കെ എടുത്ത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇടയ്ക്ക് ഒരു അടിപൊളി വ്യൂ പോയിന്റ് കണ്ടപ്പം ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ദൂരെ നമുക്ക് നമ്മുടെ മലങ്കര റിസർവോയറിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഒരു വഴി ചെന്ന് അവസാനിക്കുന്നത് ഈ കാണുന്ന മറ്റൊരു വ്യൂ പോയിന്റിലാണ്. ഇവിടുന്ന് താഴോട്ടേക്ക് ഒരു കാട് വഴിയുണ്ട്. അതുവഴി കുറച്ച് ദൂരം ട്രക്ക് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു കേവൊക്കെ കാണാനായിട്ട് പറ്റും. മുനിയറ കേവ് എന്നാണ് അതിൻ്റെ പേര്. പണ്ട് കാലത്ത് മുനികൾ തപസ്സിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച കേവാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനങ്ങനെ ഒരു പേര് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് വർഷം വെള്ളം ഇങ്ങനെ മണ്ണിൻ്റെ അടിയിലൂടെ ഒഴുകി ഗ്രാജുവലി ഫോം ആയിട്ടുള്ള ഒരു ഗുഹയാണിത്. ഞങ്ങൾ ചെന്ന സമയത്താണെങ്കിൽ അതിൻ്റെ അകത്ത് നിറയെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളമില്ല.
അങ്ങനെ മുനിയറ കേവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് തിരിച്ചിറങ്ങി ഇതേ നമ്മുടെ ഇലവിഴപ്പുഞ്ചിറ പോകുന്ന റൂട്ട് വീണ്ടും കയറിയിട്ടുണ്ട്. ടോപ്പ് സ്റ്റേഷൻ്റെ ബേസിലാണെങ്കിൽ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആ ഒരു മൂവി ഇറങ്ങിയതിന് ശേഷം ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ആളുകൾ ഇങ്ങോട്ടേക്ക് വിസിറ്റ് ചെയ്യാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനൊക്കെ വന്ന് പോകുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബൈക്കിലോ അല്ലെങ്കിൽ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെയുള്ള ജീപ്പ് പോലെ അങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാഫ് വേ വരെയൊക്കെ വണ്ടി ഓടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് നടന്നു പോകാനായിട്ട് പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ബേസിൽ ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. അപ്പം അവിടുന്ന് ഒരു ജീപ്പൊക്കെ ഹയർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് വരെ വരാനായിട്ട് പറ്റും. ഞങ്ങൾ താഴേന്ന് ഇതുപോലെ കയറി തുടങ്ങുന്ന ഈ ഒരു സമയത്ത് വലിയ രീതിയിൽ കോടയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മുകളിലെത്തിയപ്പോൾ മൊത്തത്തിലുള്ള വ്യൂ മാറി. ആകെ മൊത്തം കോടയൊക്കെ വന്ന് മൂടി ഭയങ്കര രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. നമ്മുടെ ഇലവിഴാപ്പൂഞ്ചിറ മൂവിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച ആ പോലീസ് സ്റ്റേഷൻ്റെ സെറ്റപ്പൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള കുറേ സമയം ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. നല്ല രീതിയിൽ കാറ്റ് വീശിയതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പം കോടയൊക്കെ പോയിട്ട് സ്കൈ ഒക്കെ ക്ലിയർ ആവാൻ തുടങ്ങി. നമുക്കെന്തായാലും രാത്രി ആവുന്നതിൻ്റെ മുന്നേ ഒരു ഡെസ്റ്റിനേഷനും കൂടി കവർ ചെയ്യാനുണ്ട്. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ കൂടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കൽക്കല്ലിൽ എത്താൻ പറ്റും. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി താഴെ ഇറങ്ങിയിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ആ ഒരു റൂട്ട് പിടിച്ചു. അങ്ങനെ ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇല്ലിക്കൽക്കല്ല് ബേസ് സ്റ്റേഷനിലെത്തി. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണ്. താഴേന്ന് ജീപ്പ് എടുത്തിട്ട് മുകളിൽ വരെ ജീപ്പിൽ പോകാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നടന്ന് കയറാനും പറ്റും. 20 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. അതുകൂടാതെ ഒരു 39 രൂപയുടെ എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പിൽ പോകാം. നല്ല തണുത്ത കാറ്റും ഇടയ്ക്ക് വന്നു പോകുന്ന കോടമഞ്ഞും ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ നടന്ന് കയറുന്നതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. താഴേന്ന് ഏകദേശം 2 കിലോമീറ്ററോളം നടന്നിട്ട് വേണം നമുക്ക് ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്. ആദ്യത്തെ കുറച്ച് ദൂരം ഞങ്ങൾ റോഡിൽ കൂടെ തന്നെയാണ് നടന്ന് കയറിക്കൊണ്ടിരുന്നത്. പിന്നീട് സൈഡിൽ കൂടെയുള്ള ഇങ്ങനെ ട്രക്ക് ചെയ്ത് കയറാൻ പറ്റുന്ന പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള വഴികൾ ചൂസ് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം ഒരു മോഡറേറ്റ് രീതിയിലുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് നമ്മുടെ ഇല്ലിക്കൽക്കല്ല്. ഏകദേശം ഒരു 20-25 മിനിറ്റ് നടന്നിട്ടാണ് ഞങ്ങൾ മുകളിലെത്തിയത്. ഈ ഒരു പോയിന്റ് വരെയാണ് താഴേന്ന് ജീപ്പ് ആളുകളെ എടുത്ത് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ പിന്നെയും ഒരു 1/2 കിലോമീറ്റർ മുകളിലോട്ട് കയറാനുണ്ട്. ഇത് അത്യാവശ്യം സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ല രീതിയിൽ കുത്തനെയുള്ള ഒരു കയറ്റമാണ്. സൈഡിലാണെങ്കിൽ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലൊക്കെ പിടിച്ചിട്ട് കയറാം. ഞങ്ങൾ മുകളിലെത്തിയപ്പോഴത്തേക്കും ആകെ മൊത്തം കോടമഞ്ഞ് ഒന്ന് മൂടിയിരുന്നു. ആ കാണുന്ന സ്പോട്ടിലാണ് നമ്മുടെ കല്ലുള്ളത്. ഫോഗൊക്കെ ക്ലിയർ ആയിട്ട് കല്ലൊന്ന് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എത്ര വെയിറ്റ് ചെയ്തിട്ടും കല്ലും കാര്യങ്ങളൊന്നും വിസിബിൾ അല്ലായിരുന്നു. നമുക്കാണെങ്കിൽ താഴെ ഇറങ്ങാനുള്ള സമയമായതുകൊണ്ട് പതുക്കെ ഞങ്ങൾ മലയിറങ്ങി തുടങ്ങി. ശരിക്കും ആ കല്ല് കാണാത്തതിലുള്ള ചെറിയൊരു നിരാശയുണ്ടെങ്കിലും ഈ ഒരു മലയുടെ മുകളിൽ സ്പെൻഡ് ചെയ്ത ഓരോ മൊമെൻറ്റ്സും ഭയങ്കരമായിട്ട് മൈൻഡിനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നു. എടുക്കുന്ന ഓരോ ശ്വാസത്തിലും നമുക്കിവിടുത്തെ ക്വാളിറ്റി ഓഫ് എയർ ഫീൽ ചെയ്യാൻ പറ്റും. തണുത്ത കാറ്റിങ്ങനെ ഫേസിൽ അടിക്കുമ്പോഴുള്ള ആ ഒരു ഫീലൊക്കെ അങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ പതിയെ താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ലൊരു മഴയൊക്കെ പെയ്ത് ഈ ഒരു ട്രിപ്പ് ഭയങ്കരമായിട്ട് കളറായി.
നമ്മളിപ്പം നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലിക്കൽ കല്ലിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഗമൺ ടൗണിലെത്താൻ പറ്റും. അപ്പോൾ വാഗമണിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ please do like, share and subscribe to the channel. It's me Jijo signing off. Bye bye.